കോഴിക്കോട് വടകരയിൽ കാരവാനിൽ യുവാക്കൾ മരിച്ച സംഭവത്തിൽ സംയുക്ത പരിശോധന നാളെ. കാർബൺ മോണോക്സൈഡ് വാഹനത്തിൽ പരന്നത് എങ്ങനെയെന്ന് കണ്ടെത്താനാണ് പരിശോധന. NIT വിദഗ്ധർ ഉൾപ്പെടെ ഈ സംഘത്തിലുണ്ടാകും. മിഥില ബാലൻ ചേരുന്നുണ്ട്. മിഥില, വിവരങ്ങൾ. നാളെയാണ് ഈ വാഹനത്തിലുള്ള സംയുക്ത പരിശോധന. വിദഗ്ധ സംഘമാണ് പരിശോധന നടത്തുക. NITയിലെ വിദഗ്ധർ, ഒപ്പം തന്നെ അന്വേഷണ സംഘം, ഫോറൻസിക് സയന്റിഫിക് വിദഗ്ധർ, ഒപ്പം തന്നെ കാരവൻ നിർമ്മാണ കമ്പനിയിലെ സാങ്കേതിക വിദഗ്ധർ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ഇവരായിരിക്കും ഈ ഒരു സംഘത്തിലുണ്ടാവുക. നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു എങ്ങനെയാണ് ഈ വിഷവാതകം ഈ വാഹനത്തിൽ ഉള്ളിൽ വന്നത്, അതെങ്ങനെ പരന്നു, എത്രത്തോളം എമൗണ്ട് ഇതിലുണ്ടായിരുന്നു, അത്തരം കാര്യങ്ങൾ എല്ലാം തന്നെയാണ് ഈ ഒരു സംഘം പരിശോധിക്കുക. ഇത് നാളെ രാവിലെ 8 മണിയാണ് അവരുടെ അടുത്ത് സമയം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ 10 മണിയോടെ ആയിരിക്കും ഇത്തരമൊരു പരിശോധന തുടങ്ങുക. ഈ യുവാക്കളുടെ മരണത്തിന് കാരണം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചു എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. പക്ഷേ ഇതെങ്ങനെ എത്തി, അത്തരം കാര്യങ്ങളെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വാഹനത്തിൽ വിദഗ്ധ പരിശോധന നടത്തുന്നത്. ഈ വാഹനം കാരവാൻ ഇപ്പോൾ ഉള്ളത് വടകര പോലീസ് സ്റ്റേഷൻ വളപ്പിലാണ്. ഇവിടെ വെച്ചിട്ടായിരിക്കും നാളെ പരിശോധന നടത്തുക. ഉന്മേഷ്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്.